ഓരോ പുലർച്ചെയും വീണ്ടും ഉണരണമെങ്കിൽ ഈ കഥ പറയാൻ ദൈവം ബാക്കി വെച്ചതായിരിക്കും അല്ലേ? അതെ. ലോകത്തോട് ഈ കഥ പറയാൻ വേണ്ടി ദൈവം ഒക്കെ ബാക്കി വെച്ചതാണ്. അപ്പോൾ ഈ കഥ ഇറങ്ങിയതിൽ പിന്നെ ഞാൻ ഇനി കാണാത്ത സാധനങ്ങളൊന്നും ഇല്ല, ആൾക്കാരുമായിട്ട് പരിചയപ്പെടാത്ത ആൾക്കാരും ഇല്ല. അറിയാൻ എനിക്ക് അങ്ങനൊക്കെ അനുഭവം പിന്നെ എനിക്ക് ഉണ്ടായല്ലോ. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, അതായത് നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള, ഇതുപോലെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും അല്ലേ? അതിലൊരാളെ ദൈവം തിരഞ്ഞെടുത്തു. ഈ കഥ പറയാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ഒരു കണക്കിന് നോക്കിയാൽ ഈ ദൈവം തിരഞ്ഞെടുത്ത ഗോഡ്സ് ചോസൺ വൺ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. രക്ഷപ്പെടണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു കളയാം എന്നുള്ള ചിന്ത വന്നിട്ടില്ലേ മനസ്സിൽ? എന്നിട്ടുണ്ട്. പക്ഷേ ഇവനെ കൊന്നിട്ട് എനിക്ക് പോകാമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ജയിലിൽ കിടക്കണമല്ലോ എന്നുള്ള ചിന്ത പിന്നെ അന്ന് മനസ്സിൽ വരുമോ. അന്നേരം ഞാൻ ഓർക്കുന്നത് എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നല്ലോ, ഞാൻ എന്തായി പ്രസവിച്ചോ ഇല്ല എന്നുള്ള ഒരു ചിന്ത അന്നേരം മനസ്സിൽ വരുമോ ഇങ്ങനെ.